ഞാൻ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുവാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചില ഡീറ്റെയിൽസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പഞ്ചായത്തിൽ നാളെ വന്നിരിക്കുന്നു. എവിടെ ഗ്യാങ്സിലോ? പഞ്ചായത്തിന് എവിടെ? പഞ്ചായത്തിന് ഗ്യാങ്സില്. ഓക്കെ ഓക്കെ ഓക്കെ. പഞ്ചായത്തിന് ആള് ഒരു കാര്യം മനസ്സിലായോ നബി? എന്താ മനസ്സിലായില്ല? അതായിരിക്കില്ല. അല്ല കാര്യം കേക്കട്ടെ പറ. സാറേ നിങ്ങളെ കൊണ്ട് തോറ്റു. സാറേ നമ്മളെ ഇപ്പൊ വന്നെങ്കിൽ സാർ എത്ര രൂപ ഫൈൻ തരുമായിരുന്നു? ഹലോ അല്ല നമ്മളെ വന്നെങ്കിൽ എത്ര രൂപ സാർ ഫൈൻ തരുമായിരുന്നു? ആ ഫൈന്റെ പൈസ നമുക്ക് വലിച്ചിട്ട് ഫോട്ടോ അണ്ണാ ബാബുഷേട്ട് പറയാൻ വന്ന അതോട് പറ. ബാബുഷേട്ട് പറയാൻ വന്ന ബാബുഷേട്ട്. ഹലോ ഇത് ചന്ദ്രൻ അവിടെ പോകുമ്പോ പറയാം. ഞാൻ പറഞ്ഞ സർപ്രൈസ് പോയതാണ്. അവിടെ സർപ്രൈസ് അല്ല ബാബുഷേട്ട് പറയാൻ വന്നല്ലോ. അത് പറഞ്ഞ ശരിയാവില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ശരിയാവൂല. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ലാത്തോണ്ടല്ല ഇപ്പൊ ശരിയാവില്ലെന്ന് പറഞ്ഞത്. അവിടെ പോയിട്ട് നോക്കട്ടെ ഞാൻ. എടാ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കേട്ടാ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കണ്ണാപ്പി ചെയിൻ ടുഗദർ കളിച്ചപ്പോ എരന്ന് മേടിച്ചു വരണം. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ മറിഞ്ഞു വീണോ മള്ളി. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത് ഇവൻ എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ അവനെ തിരിച്ചു പറയും. വെറുതെ എനിക്ക് ഈഗോ എന്നുള്ള പേര് തിരിച്ചിടും. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ബ്രോക്കല്ലേ അവന് പന്നി ഓനാ തെറ്റ് റൂട്ടി വന്നേ. തെറ്റ് റൂട്ടാ കണ്ണപ്പി. മറ്റേ ഒരു റിവഞ്ച് ഉണ്ട് ചേട്ടാ, അത് മറക്കല്ലേ. ചന്ദ്രനല്ലേ? ഓ അണ്ണാതറിഞ്ഞില്ലല്ലോ അവസണ്ണ. നമ്മള് ചന്ദ്രനെ രണ്ട് പറയാൻ പോയപ്പോഴത്തേക്കാണ ചന്ദ്രൻ ചന്ദ്രന്റെ സെൻസ്. ഹലോ ഹലോ കേക്കാവോ? കേൾക്കാം. നമസ്കാരം. ഞാൻ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുവാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചില ഡീറ്റെയിൽസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ ഒരു അസുഖം പടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നോ? അല്ല ഇപ്പൊ ഒരു പുതിയ തരം അസുഖം ഇപ്പൊ നമുക്കിപ്പം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേര് ക്രിമിലിയോഫ്രോളജി എന്നാണ്. യെസ്. അപ്പോ നമുക്കിപ്പം മെയിനായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്ല അസ്വസ്ഥത എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് കണ്ണാപ്പി ഒന്ന് വിളിച്ചടാ. അതൊരു മെയിൻ അസ്വസ്ഥതയാണ് എനിക്ക്. ഒരു 2-3 വർഷമായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ്. ഇതുവരെ ചുമയോ പനിയോ അങ്ങനെയുള്ള അസ്വസ്ഥതയാണ്? അങ്ങനത്തെ ഒന്നുമില്ല. മെയിൻ ആയിട്ടൊരു അസ്വസ്ഥത ഇവൻ മാത്രമാണ്, ഈ കണ്ണാപ്പി. അല്ലല്ല ഇവനല്ല. ഓക്കെ. അപ്പൊ ചുമ ഉണ്ടാവാറുണ്ടോ? ചുമ ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ നിലവിൽ നമുക്കിപ്പോ ഈ നമ്മുടെ സിറ്റിയിൽ ചുമ വല്ലാണ്ട് പടരുന്നുണ്ടെന്നുള്ള ഒരു കിട്ടിയിട്ടുണ്ട്. സാധാരണ എന്തൊക്കെ ഫുഡാണ് കഴിക്കാറുള്ളത്? ഞാൻ രാവിലെ പഴങ്കഞ്ഞി, ഉച്ചക്ക് ചോറ്, രാത്രി വൈകുന്നേരം ചായ പഴംപൊരി, രാത്രിയില് വീണ്ടും ചോറ്. കുത്തരിയാണോ കഴിക്കുന്നത് അതോ വെള്ളേരിയാണോ? എന്ത് അരിയാണ് കഴിക്കുന്നത്? കുത്തരിയാണ്. ഓക്കെ. അപ്പൊ ഈ കുത്തരി കഴിക്കുന്നത് വഴി കീശ്വാസം പോകുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കീഴ്വായു. ധാന്യവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് ഈ കീഴ്വായു വല്ലാതെ പോകുന്നു എന്നതിന്റെ പേരിൽ കുറെ ആളുകൾ
നിന്റെ അമ്മയുടെ റൂമിൽ കൊണ്ട് കേട്ടിക്കൊണ്ടാ. അല്ല ഇത് ചന്ദ്രനാണ് ഈ ഇടയ്ക്കുള്ള ഈ പ്രശ്നമുള്ളത്. നമ്മൾ ഇദ്ദേഹം പറഞ്ഞു, ചന്ദ്രബോസ് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രശ്നമുണ്ട്, എനിക്ക് പ്രശ്നമില്ല, പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് പ്രശ്നമില്ല എന്തായാലും കുട്ടി, എന്റെ കാര്യം ഞാനല്ലേ പറയുന്നത്. എനിക്ക് എന്തായാലും അഥവാ നമ്മളെ ഇടയ്ക്കൊക്കെ ഈ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അധികം സ്മെല്ലില്ല. ചന്ദ്രന്റെയാണ് ഇത്തിരി നമുക്ക് പ്രശ്നമായിട്ടുള്ളത്. ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഒരു പ്രത്യേകതര അസുഖം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഞാനത് ചോദിക്കുന്നത്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. പ്രശ്നം ഉണ്ടാവാറുണ്ടോ എപ്പോഴും? കുട്ടി, ഞാനൊരു 1.5 മാസം മുമ്പ് ഈ വളിക്കേസ് മൊത്തത്തിൽ ഒഴിവാക്കിയതാണ്. വീണ്ടും എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് കാരണം ഞാനിപ്പോ ഒരു കുട്ടിയോട് സംസാരിക്കാറ് പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ പക്ഷെ ഇതിന്റെ പേരിൽ അങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചുമക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പ്രശ്നം, അതുപോലെ ചുമക്കുമ്പോ എത്ര ഫ്രീക്വൻസിയിലാണ് ചന്ദ്ര, നീ പോയി എല്ലാം താങ്ങി കൊടുത്തിട്ട് വാ. കൊച്ചു ചോദിക്കുന്നുണ്ടാ എത്ര ഫ്രീക്വൻസിയിലാണ് വിടുന്നത്. ചന്ദ്ര ഇതിന്റെ ഫ്രീക്വൻസി എന്താ? നമുക്ക് മറ്റേതങ്ങ് ഇറക്കാം ടൈമായി. എന്താ ഞാനാ സെക്യൂരിറ്റിയാ. പിന്നെ മറ്റേ ദുബായ് ഷേക്ക് വന്നിട്ടുണ്ട് കാണാനായിട്ട്. ഹലോ വാസോണ്ണ അതുകൊണ്ട് അവിടെ ഒരു കാറിൽ ഒരു ഗസ്റ്റ് ഇരിപ്പുണ്ട്, ഒന്ന് പോയി കാണുമോ? അടുത്തത് ആരാണോ ഇനി? സ്പെഷ്യൽ ഗസ്റ്റുകള് അണ്ണ ഈ ആളെ കണ്ടാൽ ശരിക്കും വാസോണ്ണ ഇത് ഞാൻ ഒഫീഷ്യൽ TV സെക്യൂരിറ്റി പറയുന്ന ഗസ്റ്റ് ആണ്. അണ്ണൻ ഞെട്ടിയിരിക്കും. അല്ലാതെ ഇവനെ പോലെ പോയോ? വലിയ വഴി വരുന്നുണ്ട് അടുത്തത്. ഹലോ കനാപ്പി വണ്ടി എടുത്തോ. ഹലോ 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 അല്ല, പുതിയതായിട്ട് സിറ്റിയിൽ വന്നാണ്, അപ്പൊ പരിചയപ്പെടാൻ വന്നാണ്. പരിചയപ്പെടാൻ ഞാൻ സിറ്റിയിൽ വരുന്ന എല്ലാരും എന്നെ വന്ന് പരിചയപ്പെടണമെന്ന് നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമം ഇല്ല ഇവിടെ. സുഖാണോ? പണ്ട് നമ്മള് ദുബായ് പോയ സമയത്ത് ആളെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ ഇപ്പഴും ദുബായിലാണോ? ഓ ആണല്ലേ. നമ്മളെ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും വന്നില്ല, പിന്നെ ഇവിടെ തന്നെ കൂടി. ഓ സുഖാണെന്ന് വിശ്വസിക്കുന്ന വലിയ സുഖം. മട്ടൻ മന്തി ആണോ ചിക്കൻ മന്തി ആണോ? അങ്ങനെ ഇപ്പൊ മന്തി ഒന്നും കഴിക്കാറില്ല, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. പരിപാടി നടക്കട്ടെ. ഓക്കെ അപ്പൊ കാണാം. ഓക്കെ ഫൽഗുണ ഫൽഗുണ അകത്തോട്ട് വാ. എങ്ങനെയുണ്ട് ഗസ്റ്റ്? സൂപ്പർ. പേരെന്തായിരുന്നു? എന്റെ അണ്ണ ഞാൻ TV സെക്യൂരിറ്റി. അപ്പൊ ഇതാ രണ്ട് സെക്യൂരിറ്റി ആയി. എന്റെ അണ്ണ ഇവനെ വാസുകൊണ്ട മറ്റേ ഗ്രൈൻഡിങ് ടാർഗറ്റ് നോക്കാൻ വേണ്ടി നിർത്തിയത്. അവൻ തന്നെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ നിൽക്കും. അറിയുന്നുണ്ടോ രണ്ട് സെക്യൂരിറ്റി ഒക്കെ വെച്ചത്? ഇവിടെ എന്തൊക്കെ സംഭവിക്കണേ? ബാബു സേട്ടും വാസുകൊണ്ടനും കൂടെ അവനെ നിർത്തിയത്.
എന്നെ ഓർമ്മയില്ലേ വാസുവണ്ണ ബാബുസേൻ? ഓ പിന്നെ ഓർമ്മയില്ലായിരിക്കും, നിന്നെ ഞാൻ കെട്ടിക്കൊറപ്പിക്കുമല്ലോ എന്റെ കൂടെ. ആരാ നീയൊക്കെ ആരാ? അവൻ നീയൊക്കെ രണ്ടും ആരാ? സെക്യൂരിറ്റി ആയിട്ട് നിർത്തി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സെക്യൂരിറ്റി വേണ്ട, 2 വണ്ടി എടുത്ത് വല്ല പണിക്ക് പോ. അന്ന് എനിക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് തന്ന എടാ, 2 വണ്ടി എടുത്ത് പടവോ. സെക്യൂരിറ്റി വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞു നീ സെക്യൂരിറ്റി ആയിട്ട് നിന്നോളെ. സത്യം, ഏത് യൂണിവേഴ്സ്? കുറച്ച് എയർ കൊടുത്തേ